നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഹോണ്ട അമേസ് കാറിൻ്റെ ഹെഡ്ലൈറ്റിലുള്ള അപ്ഗ്രേഡാണ്. ഈ വാഹനം വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ചെയ്തിരിക്കുന്നത് ഒരു 190 ബൾബിൻ്റെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്ട്രാ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ആ ഹെഡ്ലൈറ്റ് കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ട്. നോർമലി ഉള്ള ബൾബിൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ തന്നെ ആ കാലപ്പഴക്കത്തിൻ്റെതായ പ്രശ്നം കൊണ്ടും ഹെഡ്ലൈറ്റ് ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഈ ബൾബിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് 190യുടെ ബൾബ് ഒരിക്കലും ഒരു ഹെഡ്ലൈറ്റിലേക്ക് റെക്കമെൻഡഡ് അല്ല. 190, 130, 90 അങ്ങനെ 130, 100 അങ്ങനെയുള്ള പലതരത്തിലുള്ള പവർ കൂടിയ ബൾബുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട്. ഒരു റിലേ ഒക്കെ വെച്ചിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഈ ബൾബിൻ്റെ ഹീറ്റ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ആ ഹീറ്റ് കൂടുതലുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ് ഡാമേജ് ആയി പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ കാർഡായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മുടെ ഈ പറയുന്ന അമേസിൽ നമ്മളൊരു പ്രൊജക്ടർ അപ്ഗ്രേഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഹെല്ല G5 പ്രൊജക്ടർ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അത് ഉപയോഗിക്കുന്ന ബൾബാണെങ്കിൽ നമ്മളൊരു 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള വാം വൈറ്റ് ആയിട്ടുള്ള ഒരു ബൾബാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മഴയത്തും അതുപോലെ തന്നെ മഞ്ഞത്തൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള വിസിബിലിറ്റി നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ ഇൻറ്റൻസിറ്റി കൂടുന്നതുകൊണ്ട് നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് വളരെ ഷാർപ്പായിട്ടുള്ളൊരു കട്ട് ഓഫ് ആണ്. അപ്പോൾ എതിരെ വരുന്നവർക്കും വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആയിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ കൂടെ ഞാൻ ഈ വാഹനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്ത് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട്. പലരും ഇത് ഉപയോഗിക്കാറില്ല. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പലരും തന്നെ ഈ സാധനം തൊടാറില്ല. നമ്മൾ പവർ കൂടിയ ബൾബ് ഉപയോഗിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം എതിരെ വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു ഫോളോ ചെയ്യുന്ന വാഹനങ്ങളുടെ സൈഡ് മിറേഴ്സിൻ്റെ താഴെയായിരിക്കണം നമ്മുടെ കട്ട് ഓഫ് എപ്പോഴും വരേണ്ടത്. അപ്പോൾ അല്ലാതെ അതിൻ്റെ മേലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ലോ ബീമിലാണെങ്കിൽ കൂടി ഈ വാഹനങ്ങളുടെ മിററുകളിലേക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മളൊരു വാഹനം ഫോളോ ചെയ്യുന്ന ആ മിററിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് ഈ വെളിച്ചം വരും. വല്ലാതെ രീതിയിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതിപ്പോൾ സാധാ ബൾബാണെങ്കിലും സാധാ വെളിച്ചമാണെന്നുണ്ടെങ്കിലും എല്ലാം ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ രാത്രിയിൽ വാഹനം ഓടിക്കുന്ന എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇതിൻ്റെ അകത്ത് എന്ത് ചേഞ്ച് വന്നു, എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. ഈ വാഹനം നമ്മുടെ ഗാരേജിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അകത്തൊരു ഹാലജൻ ബൾബാണുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഫെയ്ഡാണ്, കുറച്ച് ഫെയ്ഡാണ്. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് അത്ര രീതിയിലുള്ള ഫെയ്ഡൊന്നും തോന്നില്ല. കാരണം ഭയങ്കരമായിട്ട് ഫെയ്ഡായിട്ടില്ല, ചെറിയ ഫെയ്ഡാണ്. പക്ഷേ അതുപോലും നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് സാധിക്കില്ല. കാരണം ക്യാമറയിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിലേക്കാണ് ലൈറ്റിന് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ഒരു റിലേ ഒക്കെ കയറ്റിയിട്ട് ഇതിൻ്റെ അതൊരു 190യുടെ ബൾബ്, അതായത് വാട്ട്സ് കൂടിയ ബൾബാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ നമ്മുടെ ഹെഡ്ലൈറ്റിനെ ഫെയ്ഡാക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൾബിൻ്റെ ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റിഫ്ലക്റ്റ് ഡാമേജ് വരും, ഹെഡ്ലൈറ്റിൻ്റെ മൊത്തത്തിൽ ഗ്ലാസിന് ഡാമേജ് വരും. എൻ്റയർ ഹെഡ്ലൈറ്റിന് അത് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ ഇതാണ് നിലവിലുള്ള ഹാലജൻ ബൾബിൻ്റെ ഒരു ഔട്ട്പുട്ട്. ഇതിനെ നമുക്ക് ആദ്യമേ നോക്കാറുള്ള പോലെ തന്നെ നമ്മളിതൊന്ന് മെഷർ ചെയ്ത് നോക്കണം. അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ പാറ്റേൺ ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലോ ബീമിൻ്റെ കട്ട് ഓഫ് പാറ്റേൺ വരുന്നത്. ലെഫ്റ്റ് സൈഡ് കുറച്ച് പൊങ്ങി, റൈറ്റ് സൈഡ് താന്ന്. അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അവിടെ എല്ലാം ഈ പറയുന്ന റൈറ്റ് സൈഡിൽ കൂടെയാണ് ഓൺ കമ്മിങ് ട്രാഫിക് വരുന്നത്. ഇനി നമ്മളതിനൊന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ലെക്സ് മീറ്ററിൽ കിട്ടുന്ന ഔട്ട്പുട്ട്, അതായത് ഒരു 12 ഫീറ്റ് മാറ്റിയിട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1200 ലെക്സ് ആണ്. ഇതാണ് നമ്മുടെ ലോ ബീമിൽ ഈ പവർ കൂടിയ ബൾബിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇത് അതിൻ്റെ ഹൈ ബീമിൽ കിട്ടുന്നതാണ്. ഒരു 1800 ലെക്സ് ആണ് ഹൈ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. അതായത് നോർമലി ഒരു 700 ആണ് ലോ ബീമിൽ കിട്ടാറ്. ഒരു 1300 ആ റേഞ്ചിലേക്ക് ഹൈ ബീമിലുമാണ് സാധാരണ ഒരു ബൾബിൽ കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യമേ ബോണറ്റ് തുറന്ന് ബമ്പറൊക്കെ അഴിച്ചാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു വർക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബോണറ്റ് തുറന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തൊരു റിലേ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ബൾബിൻ്റെ ഹോൾഡർ ഉരുകി പോകാതിരിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചിന് കംപ്ലയിൻറ്റ് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേ കൊടുക്കുന്നത്. കാരണം പവർ കൂടിയ ബൾബിന് വോൾട്ടേജ് കൺസംഷൻ കൂടുതലുണ്ട്. അപ്പോൾ ആ ഒരു ഹെവി വോൾട്ടേജ് നിൽക്കുന്നതും അതിൻ്റെ റെസിസ്റ്റൻസ് കൂടിയിട്ട് അതിൻ്റെ ഹോൾഡറൊക്കെ ഉരുകി പോകും. ചൂട് കൂടിയിട്ട് ഹോൾഡർ ഉരുകി പോകും. റെസിസ്റ്റൻസ് കൂടിയിട്ട് അതിൻ്റെ വയർ കത്തിപ്പോവും. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റിലേ കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഹെഡ്ലൈറ്റ് ഡാമേജ് ആവും എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഈ വാഹനത്തിൽ ഏതായാലും ഇത് കുറച്ച് കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വയറിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. റിലേ എല്ലാം അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഹെഡ്ലൈറ്റ് റിലേ. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഊരി മാറ്റാം. കാരണം ഇതൊന്നും നമുക്ക് ഇനി ആവശ്യമില്ല. കാരണം നമ്മൾ അതിൻ്റെ നോർമൽ വരുന്ന ഹോൾഡറിലേക്ക് പ്ലഗ് ചെയ്തിട്ടാണ് നമ്മളുടെ എക്സ്ട്രാ റിലേ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഈ വാഹനത്തിൽ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ടെർമിനൽ കംപ്ലീറ്റ് ക്ലാവ് പിടിച്ചിട്ട് വളരെ മോശം കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനെല്ലാം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ആ ഭാഗം കംപ്ലീറ്റ് ആ ഒരു മഞ്ഞ അല്ലെങ്കിൽ ഒരു പച്ച ഷെയ്ഡിൽ കാണുന്ന ഭാഗം എല്ലാം ക്ലിയർ ചെയ്തിട്ട് ആ ടെർമിനൽ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതല്ലെങ്കിൽ അവിടെ ലൂസ് കോണ്ടാക്റ്റ് വരാനും നമുക്ക് വാഹനം സ്റ്റാർട്ടാവാതെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിനെ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെഡ്ലൈറ്റ് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ G5 പ്രൊജക്റ്റിൻ്റെ ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ ഒരു പ്ലെയിൻ ഷൗഡാണ് കൊടുത്തേക്കുന്നത്.
അതിൻ്റെ കൂടെ എൻ്റെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി സീലിംഗ് എക്സാക്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ സീൽ ചെയ്ത് വയ്ക്കുന്നത്. ഈ ഹെഡ്ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ തുറന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവില്ല. അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്, കഴിയുന്നതും അത്ര തന്നെ കിട്ടാറുമുണ്ട്. അപ്പോൾ ഏതായാലും ആ രീതിയിൽ സീൽ ചെയ്തു. അതിനുശേഷം നമ്മുടെ ലീക്ക് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഈ വാഹനത്തിലേക്ക് നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ എൻഷുർ ചെയ്തിട്ടാണ് നമുക്ക് വണ്ടിയിലേക്ക് തിരിച്ച് വെക്കാറുള്ളത്. ഇതിൻ്റെ സൈഡ് നമുക്ക് വീഡിയോയിൽ കാണാം, വളരെ നീറ്റായിട്ട് അതിൻ്റെ ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെയാണ് വാഹനം വാങ്ങുമ്പോഴും അതിൽ നമ്മുടെ അടുത്ത് വരുമ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ലോക്കുകളും വളരെ ഭദ്രമായിട്ട് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ലീക്ക് പ്രൂഫ് ആണെന്ന് എൻഷുർ ചെയ്തിട്ടാണ് വെക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഔട്ട്പുട്ട് മീൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ടർ സൈഡ് ആ ഗ്ലാസിൻ്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആദ്യത്തെക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഷൗഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പ്ലെയിൻ ഷൗഡാണ്. പ്രത്യേകിച്ച് ഒരു ഫാൻസി കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ വാഹനത്തിന് എന്തായാലും ഒരു വലിയൊരു വല്ലാത്തൊരു ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല. വാഹനത്തിന് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ, അതായത് പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു കസ്റ്റമൈസ് ചെയ്ത വാഹനം എന്നുള്ള രീതിയിലേക്ക് തോന്നുന്നില്ല. നോർമൽ ഒരു വെഹിക്കിൾ പോലെ തന്നെ തോന്നുക. അത് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയിലാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. കാരണം അത്രയ്ക്കും ഒരു ഇണങ്ങിയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അതുപോലെ നമ്മളതിൻ്റെ പാർക്ക് ബൾബ് സാധാരണ LED ഇടാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് LED ഇടാതെ ആ വാം ബൾബ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതും കുറച്ചുകൂടെ വാഹനത്തിന് ഒരു മാച്ചിങ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അത് നിർത്തിയിരിക്കുന്നത്, മാറ്റാതെ. ഒരു ചെറിയൊരു LED വേണമെങ്കിൽ അവിടെ ചെയ്യാമായിരുന്നു, പക്ഷേ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് ഇട്ട് വയ്ക്കുമ്പോൾ ജസ്റ്റ് ഒരു കണ്ണ് പോലുള്ളൊരു ഫീല് വരുന്നുണ്ട്. വാഹനത്തിന് നല്ലൊരു ഇണക്കമുള്ള പോലെയാണ് തോന്നിയത്. നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഇതിനേക്കാളും. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ആ ബൾബ് അവിടെ നിർത്തിയിരിക്കുന്നു. ഇതാണ് വാഹനത്തിൻ്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ, കാറിൻ്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു അപ്പിയറൻസ്. ചെയ്ത വർക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ആ ഒരു നീറ്റായിട്ട് അതിൻ്റെ അകത്ത് ഇണങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ ഇനി ഓണാക്കി നോക്കുകയാണ്. അപ്പോൾ ഓണാകുമ്പോൾ ഒരു വൈറ്റ് കളറാണ് ഇതിൻ്റെ അകത്ത് ബൾബിൽ നിന്ന് വരുന്നത്. നമ്മളിത് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് തോന്നുന്നതാണ്. ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും, അത് പക്ഷേ ഓൾമോസ്റ്റ് വൈറ്റ് ആയിട്ടാണ് നമ്മുടെ ലൈറ്റ് ഔട്ട്പുട്ട് വരിക. അതിനുശേഷം അതിൻ്റെ വാർമിംഗ് അപ്പ് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഇട്ടിരിക്കുന്ന ബൾബിൻ്റെ എക്സാക്റ്റ് കളർ ടെമ്പറേച്ചറിലേക്ക് എത്തുക. അതായത് തുടക്കത്തിലൊരു വൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു 30-40 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അത് നമ്മളിട്ടിരിക്കുന്ന 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചേരുകയും അതൊരു വാം കളറിലേക്ക് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഓഫായിരിക്കുകയാണ്. ഇത് ഓണാവുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഓണായി വരുമ്പോൾ ജസ്റ്റ് ഒരു വൈറ്റ് ലൈറ്റാണ് ഫീൽ ചെയ്യുന്നത്. ഒരു വാർമിംഗ് അപ്പ് ടൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വാമായി അതിൻ്റെ അകത്തേക്ക് ഒരു ലൈറ്റിൻ്റെ എക്സാക്റ്റ് കളർ ടെമ്പറേച്ചറിലേക്ക് പോകുന്നത് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആദ്യത്തെ വൈറ്റ്നസ് മാറിയിട്ട് ഒരു വാം കളറിലേക്ക്, പ്യുവർ യെല്ലോ അല്ല, നമ്മുടെ ഹാലജൻ്റെ പോലെ അത്ര യെല്ലോ അല്ലെങ്കിലും അത്യാവശ്യം ഒരു വാം വൈറ്റ് ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലോ ബീം കട്ട് ഓഫ് പാറ്റേൺ. ഇത് നമ്മൾ ലേസർ സിസ്റ്റം ഒക്കെ വെച്ചിട്ടാണ് കറക്റ്റ് അതിൻ്റെ അലൈൻമെൻറ്റ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ കേസിൽ ഒരു രീതിയിലും എതിരെ വരുന്ന വാഹനങ്ങളിലേക്ക് അടിക്കത്തില്ല. ഇത് ഹൈ ബീമാണ്. ഹൈ ബീമിൻ്റെ പാറ്റേണാണ് കണ്ടത്. ലോ ബീമും ഹൈ ബീമും നമ്മൾ എക്സാക്ട്ലി ശ്രദ്ധിക്കുന്നതിൻ്റെ ലോ ബീമാണ്. ലോ ബീം വളരെ ശ്രദ്ധയോടുകൂടി എതിരെ വരുന്ന വാഹനങ്ങളിൽ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ തന്നെയാണ് ലോ ബീം സെറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ലോ ബീമിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ലേസർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ലേസർ അലൈൻമെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ലോ ബീമിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. അതായത് ലൈറ്റ് സോഴ്സിൻ്റെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെക്സ് മീറ്ററിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ ലോ ബീമിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു 1200 ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നൊരു 2200 ലക്സ് ആണ് നമുക്ക് ലോ ബീമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട്. നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് തന്നെയാണ് നമുക്ക് ലോ ബീമിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് പാറ്റേൺ ആണ് അതിൻ്റെ അത് അതിനേക്കാളും ശ്രദ്ധിക്കേണ്ടത്. ആ മേളിലേക്കുള്ള ഗ്ലെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലോ ബീമിൽ കട്ട് ഓഫ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൈ ബീമിൻ്റെയാണ്. ഹൈ ബീമിൽ നമുക്കിവിടെ 2400 ലക്സ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് ഒരു 1800 ലക്സ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ചേഞ്ച് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ലോ ബീമിലായിക്കോട്ടെ ഹൈ ബീമിലായിക്കോട്ടെ നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് ചേഞ്ചാണ്. ഇതിനി നമുക്ക് രാത്രിയിൽ ഓടിച്ച് നോക്കുമ്പോഴാണ് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാവുക എന്ത് രീതിയിലുള്ള ചേഞ്ചാണ് വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോയി നോക്കാം. അപ്പോൾ രാത്രിയിൽ വാഹനം നമ്മുടെ സ്ഥിരം ടെസ്റ്റ് ചെയ്യുന്ന റോഡിൽ നിർത്തി കഴിയുമ്പോൾ ലോ ബീമിൽ കാണുന്ന ഒരു കവറേജാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു സ്പ്രെഡും ഒരു നല്ല ത്രോയും, അതായത് ഇപ്പോൾ ഒരു ചെറിയ 2 വീലർ അവിടെ നിന്ന് എതിരെ വരുന്നുണ്ട്. അതിൽ ആ പാസഞ്ചർ ഇരിക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ മേലേക്കാണ്. ആ ഭാഗത്തേക്ക് തന്നെ വെളിച്ചം പോകുന്നില്ല. അത് വളരെ സേഫ് ആയിട്ടുള്ളൊരു കട്ട് ഓഫ് പാറ്റേൺ നമുക്ക് ആ വാഹനം പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഹൈ ബീമാണ്. ഡെഫിനറ്റ്ലി എതിരെ വരുന്ന വാഹനങ്ങളുടെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചം ചെല്ലുന്ന രീതിയിൽ നല്ല രീതിയിലുള്ളൊരു ലോങ് ത്രോയും ഈ ഹൈ ബീമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ വാഹനം ഓടിച്ചു നോക്കലാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഒരു 2 വീലർ പോയിരുന്നു. ഇപ്പോൾ പോകുന്നൊരു സൈക്കിളാണ്. ഇവരുടെ എല്ലാം ഒരു മിഡിൽ ലെവൽ വരെയാണ് വെളിച്ചം പോകുന്നുള്ളൂ. കാരണം എപ്പോഴും കാണാം ആ വാഹനത്തിൻ്റെ ലെവൽ വരെ പോകുന്നുള്ളൂ, ഹെഡ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ടൈൽ ലാമ്പിൻ്റെ ലെവൽ വരെ പോകുന്നുള്ളൂ. ഒരു 2 വീലറുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആ ഒരു സേഫ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ സേഫ് ഹൈറ്റിൽ മാത്രമേ നമ്മുടെ ലൈറ്റ് പോകുന്നുള്ളൂ. അത് ആ ഒരു ഹൈറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ റോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഹൈ ബീമാണ്.
ഈ ക്യാമറയിൽ പല രീതിയിലും പല സെറ്റിങ്സ് മാറി കിടക്കുന്നതുകൊണ്ട് വെളിച്ചത്തിൽ ഭയങ്കര കൂടുതൽ തോന്നാത്തതാണ്. കാരണം നമുക്ക് ഇതിനേക്കാളും ഇപ്പോൾ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് റോഡിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസം എടുക്കുന്ന സമയത്ത് ചെറിയ വേരിയേഷൻസ് കാണിക്കാറുണ്ട്. ചില സമയത്ത് ഭയങ്കര വെളിച്ചം പോലെ തോന്നാറുണ്ട്, ചില സമയത്ത് അത് കുറവായിട്ടും. അതിൻ്റെ സെറ്റിങ്സിലുള്ള ഞാൻ എടുക്കുന്ന വീഡിയോകളുടെ പോരായ്മയാണ്. പക്ഷേ നമ്മളിവിടെ നോക്കുന്നത് എന്തായാലും കൃത്യമായിട്ട് ലൈറ്റ് ഔട്ട്പുട്ട് കൂടിയിട്ടുണ്ടെന്നുള്ളത് ഡെഫിനറ്റ്ലി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓടിച്ച് നോക്കുന്നത്. ഇപ്പോൾ അവിടെ നമുക്ക് സൈഡ് കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ആ വിൻഷീൽഡിൻ്റെ താഴെയായിട്ടാണ് നമ്മളുടെ ലൈൻ കട്ട് ഓഫ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറേഴ്സ് ഉണ്ട്, അതിലേക്കൊന്നും നമ്മുടെ വെളിച്ചം പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു സേഫ് ആയിട്ടുള്ള ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത് കറക്റ്റുമാണ്. നമ്മളിവിടെ എടുത്തേക്കുന്ന അളവും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ളതാണ് ഈ ഡ്രൈവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എപ്പോഴും ലോ ബീമിൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പവർ കൂടിയ ലൈറ്റ് ആണെങ്കിലും നോർമൽ ലൈറ്റ് ആണെങ്കിലും എല്ലാം ഒരു ലോ ബീമിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഡ്രൈവിംഗ് മെത്തേഡ്. നമ്മളെ ആരും ഡ്രൈവിങ്ങിൽ നൈറ്റ് ഡ്രൈവ് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എവിടെയും ഒരു ടെസ്റ്റിലും ഒരു കാര്യങ്ങളും ഇത് സംഭവിക്കുന്നുമില്ല. നമ്മൾ പകൽ തന്നെ വാഹനം ഓടിക്കാൻ മര്യാദയ്ക്ക് അറിയാത്ത ആൾക്കാരാണ് രാത്രിയിൽ വാഹനം ഓടിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ഞാനടക്കമുള്ള എല്ലാവർക്കും നൈറ്റ് ഡ്രൈവിന് അല്ലെങ്കിൽ രാത്രി എങ്ങനെ വാഹനം ഓടിക്കുന്നു എന്നുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. പകലാണ് നമുക്ക് വാഹനം ഓടിക്കാനും അതുപോലെ ടെസ്റ്റിങ്ങിൻ്റെ സമയത്തെല്ലാം പകൽ മാത്രമേ ഉള്ളൂ. രാത്രിയിൽ എങ്ങനെ വാഹനം ഓടിക്കണം എന്നുള്ളത് നമ്മളെല്ലാം നമ്മളുടേതായ ഒരു സ്വഭാവവും അതല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന എവിടെയെങ്കിലും കിട്ടിയ മുറി അറിവുകളൊക്കെ വെച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നത്. ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു തരത്തിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രൈമറി കൺസേൺ. അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിൽ ലൈറ്റാണ് നമ്മൾ രാത്രിയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മെയിൻ സംഗതി എന്ന് പറയുന്നത് ലൈറ്റാണ്. അപ്പോൾ അതിൽ എപ്പോഴും സേഫായിട്ട് ലോ ബീമിൽ മാത്രം വാഹനം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലിരിക്കേണ്ട കാര്യം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം, അതായത് എതിരെ വാഹനങ്ങളൊന്നുമില്ല, അതുപോലെ നമ്മളൊരു വാഹനത്തെ ഫോളോ ചെയ്യാത്തൊരു സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് ഹൈ ബീം ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉള്ളൂ. അതായത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമുക്ക് ഹൈ ബീം ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അല്ലാതെ എനിക്ക് റോഡ് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് റോഡ് കാണാം, അതുകൊണ്ട് ഞാൻ ഹൈ ബീം ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയാണ് പലരുടെയും ഒരു എക്സ്പ്ലനേഷൻ. ഞാൻ ഹൈ ബീം ഇടുന്നതിൻ്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, അപ്പോൾ അത് ഞാൻ കണ്ണട വെച്ചിട്ടാണ് നോക്കുന്നത്, അപ്പോൾ എനിക്ക് കാണണമെങ്കിൽ ഹൈ ബീം ഇട്ടാലേ കാണാൻ പറ്റുള്ളൂ. പലരും പറയാറുള്ളതാണ്, പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒരു കറക്റ്റായിട്ടുള്ള ഡ്രൈവിംഗ് മെത്തേഡുകളല്ല. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ് കാട് കയറി പോവാണ്. നമ്മുടെ മാറ്ററിലേക്ക് വരാം. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു HID ബൾബാണ്. ഒരു 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള അല്ലെങ്കിൽ വാം വൈറ്റ് കളറുള്ള ബൾബാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെളിച്ചം നമുക്ക് രാത്രിയിൽ മഴയുള്ള സമയത്തും അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഫോഗൊക്കെ വന്നാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റോഡ് കാണാനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ളൊരു ബൾബ് അല്ലെങ്കിൽ ഒരു കളർ ടെമ്പറേച്ചറുള്ള ബൾബാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. തന്നെയുമല്ല, നമ്മുടെ വൈറ്റ്നസ് കൂടുന്തോറും ഇത് എതിരെ വരുന്ന വാഹനങ്ങളിൽ ആക്സിഡൻ്റലി നമ്മുടെ വാഹനങ്ങളിൽ നിന്നുള്ള വെളിച്ചം എതിരെ വരുന്ന വാഹനങ്ങളിൽ കണ്ണിലടിച്ചു കഴിഞ്ഞാലും അത്ര കണ്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ചെറിയ വാഹനങ്ങളിലായിക്കോട്ടെ, നമ്മുടെ സ്കൂട്ടറുകളൊക്കെ പലതിനും LED ആണ് വരുന്നത്. വളരെ ചെറിയ ഇൻറ്റൻസിറ്റിയിലുള്ള വെളിച്ചം മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ കണ്ണിലടിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. ഒരു ലേസർ ബീം കണ്ണിലടിക്കുന്ന ഒരു ഫീലൊക്കെയാണ് ഈ വൈറ്റ് ലൈറ്റ് കണ്ണിലടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ എല്ലാവർക്കും ഈ പറയുന്ന 4300 കളർ ടെമ്പറേച്ചർ റെക്കമെൻഡ് ചെയ്ത് പോകുന്നത്. ഇതാവുമ്പോൾ വെളിച്ചം കുറച്ച് കൂടുതലുണ്ടെങ്കിലും നമുക്ക് ആ ഒരു മറ്റുള്ളവർ കണ്ണിലേക്ക് അടിച്ചാൽ, നോർമൽ കേസിൽ അടിക്കില്ല, പക്ഷേ എന്നാലും ചില സാഹചര്യങ്ങളിൽ റോഡിനുള്ള ഹൈറ്റ് വേരിയേഷനൊക്കെ വരുന്ന സമയത്ത് ഇത് കണ്ണിലടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ അടിച്ചാൽ കൂടി വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ബൾബാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിലുള്ള ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പലരും അത് ഉപയോഗിക്കാറില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, അത് തീർച്ചയായിട്ടും ഈ പറയുന്ന അപ്ഗ്രേഡുകൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ്. കാരണം നോർമൽ രീതിയിൽ ഒരു പാസഞ്ചറോ അല്ലെങ്കിൽ 2 പാസഞ്ചറോ ഉള്ളെങ്കിൽ നമ്മൾ സീറോ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പാണ്, അതിലിട്ട് ഉപയോഗിക്കാം. അതല്ലാത്ത രീതിയിൽ നമ്മൾ വാഹനത്തിൻ്റെ പുറകിൽ 3 പാസഞ്ചറും അതുപോലെ തന്നെ ഡിക്കിയിൽ കുറച്ച് ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ പുറകുവശം താഴുകയും സൈമിൾട്ടേനിയസ്ലി ഫ്രണ്ട് വശം ഉയരുകയും ചെയ്യും. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ കട്ട് ഓഫിനേക്കാൾ ഉയരത്തിലായിരിക്കും നമ്മുടെ ലൈറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ ലോ ബീമിൽ പോയാൽ കൂടി എതിരെ വരുന്നവരുടെ മുഖത്തായിരിക്കും വെളിച്ചടിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റർ ഉപയോഗിക്കേണ്ടത്. അതായത് ആ 0യിൽ നിന്നുള്ളത് 1ലേക്കോ അല്ലെങ്കിൽ 2ലേക്കോ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോഴും നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ മിറർ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടെ വരുന്ന വാഹനങ്ങളുടെ ഏത് ഭാഗത്താണ് നമ്മുടെ കട്ട് ഓഫ് പാസ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിന് ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൻ്റെ അഡ്ജസ്റ്റർ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇതും ഈ പറയുന്ന നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അതിൻ്റെ ആവശ്യം ഒരു പരിധിവരെ വരാറില്ല, കാരണം അത്യാവശ്യം അറിയാവുന്ന ആളുകളാണ് നമ്മുടെ അടുത്ത് വരാറുള്ളത്. അപ്പോൾ ഏതാണ്ട് ഈ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.